ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത് ഒരു വില്ല പ്രൊജക്ട് ആണ്. ഏകദേശം ഒരു 15ഓളം വില്ലകൾ ഇവിടെ നമുക്ക് പണി കഴിഞ്ഞതുണ്ട്. അതിനകത്ത് പല വില്ലകളും സെയിലായി, മിക്കതിലും ആളുകൾ താമസമായി. ഇന്ന് അതിനകത്തുള്ള ഒരു വില്ലയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കുസാറ്റിലേക്ക്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് 4.9 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. HMT ജംഗ്ഷനിലേക്ക് 5.9 കിലോമീറ്ററും. നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കൂടി നോക്കാം. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ 8.2 കിലോമീറ്ററും, ഇടപ്പള്ളി ലുലു മാളിലേക്ക് 11 കിലോമീറ്ററും, ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 16 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നമുക്കിവിടെ അടുത്ത് മെട്രോ സ്റ്റേഷൻ 2 ഉണ്ട്. ആലുവ മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 5.5 കിലോമീറ്ററും, കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് 6.9 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ ആലുവ തന്നെയാണ്, വെറും 7 കിലോമീറ്റർ മതി. സോ മെട്രോ സ്റ്റേഷൻ അടുത്താണ്, റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, റോഡിലേക്ക് ഈസി ആയിട്ട് എത്താം. അത്യാവശ്യം നമുക്ക് HMT ജംഗ്ഷൻ പോകണമെങ്കിലും കുസാറ്റിലേക്ക് പോകണമെങ്കിലും ഈസി ആയിട്ട് എത്താം. നല്ലൊരു ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്തത്, നിങ്ങൾക്ക് മനസ്സിലായി. നല്ലൊരു ബഡ്ജറ്റുമാണ്. 3.6 സെന്റില് 3 ബെഡ്റൂമാണ്. 1700 സ്ക്വയർ ഫീറ്റ് ആണ് വീടിന് വരുന്നത്. അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ വർക്ക് ഏരിയ സ്പേസും യൂട്ടിലിറ്റിയും ഒക്കെ വേറെയാണ് വരുന്നത്. വീടിന്റെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴി നോക്കുവാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനടുത്തുള്ള വീടുകളിലൊക്കെ ആളുകൾ താമസമായതാണ്. നല്ല വീതിയുള്ള വഴി തന്നെയാണ് ഇതിനകത്തൂടെ കടന്നു പോകുന്നത്. മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വൈറ്റ് കളർ പെയിന്റ് ആണ്. നമുക്ക് 3-4 പില്ലറുകൾ കിട്ടുന്നുണ്ട്. അതൊക്കെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ പില്ലറുകളിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വന്നിട്ട് നല്ല ഡിസൈനുള്ള ഒരു ലേസർ കട്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് നമുക്ക് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ചൊരു ഡിഫറെന്റ്, അധികം ഒന്നും കാണാത്തൊരു എലിവേഷൻ ആണ്. ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിലാണ് പോയിരിക്കുന്നത്. അതിനകത്ത് ഭംഗിയുള്ള കളർഫുൾ പെയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മോഡലിൽ ടെക്സ്ചർ വർക്കും ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ആവശ്യത്തിനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറുമ്പോൾ സറൗണ്ടിങ് ഏരിയാസ്, കാർപോർച്ചിന്റെ ഫ്ലോർ ഒക്കെ നോക്കുവാണെങ്കിൽ ചെറിയ ചെറിയ സ്റ്റോൺസ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമുക്ക് സ്ട്രേറ്റ് കാർപോർച്ചിലേക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. EV വെഹിക്കിൾസ് ഒക്കെ ഉള്ളവർക്ക് ചാർജിംഗ് പോയിന്റും അവിടെ തന്നെ കിട്ടുന്നുണ്ട്. ആ ഭാഗത്ത് കാണുന്ന വോള് നോക്കുവാണെങ്കിൽ 2 ഷോ ലൈറ്റ് വരുന്നുണ്ട്. അതിന്റെ മുകളിൽ, അതായത് കാർപോർച്ചിന്റെ മുകൾ ഭാഗത്ത് സിറ്റ് ഔട്ടിന്റെ മുകളിലും കൂടെയൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് LED സ്ട്രിപ്പുകൾ ഇട്ടിരിക്കുന്നത്. LED ബൾബുകളും അവിടെ ആവശ്യത്തിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതുപോലെ നമുക്ക് സ്റ്റോൺസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കിണർ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം. നല്ല ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ടാണ് കിണർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് ഇവിടെ കിണറുണ്ട്. ഓപ്ഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് KW കൂടി എടുക്കാവുന്നതാണ്. കിണറിന്റെ ഈ ഒരു ഭാഗത്തൂടെ നടന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുന്ന സമയത്ത് സെറ്റ് ബാക്ക് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ വിഡ്ത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നേരെ കാണുന്നത് വർക്ക് ഏരിയയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ഒന്നാമത്തെ കാർ പാർക്കിങ്ങിന്റെ സൈഡിലൂടെ, അതായത് വീടിന്റെ റൈറ്റ് സൈഡിലൂടെ പോകുമ്പോഴും അവിടെയും സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഫ്ലോർ നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ഏറ്റവും ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ഡോർ വരുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല ഭംഗിയായിട്ട് ഒരു ഗ്രേ കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു വോള് നോക്കിക്കോളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഗ്രേ ഷെയ്ഡിൽ വരുന്ന ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ നല്ല ലൈൻസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നിങ്ങൾ കണ്ടതാണ്, വർക്കുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വീടിന്റെ മെയിൻ ഡോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കിയാൽ മെയിൻ ഡോർ വന്നിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള അകത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം വന്നിട്ട് കിഴക്കോട്ടാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ വരുന്നത്. 2 പാളിയായിട്ടാണ് നല്ല സ്റ്റീലിന്റെ ഹാൻഡിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് സ്പേസ് ആണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത്. നമുക്കിവിടെ വിൻഡോസ് നോക്കുവാണെങ്കിൽ രണ്ട് ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വെച്ച് ചെയ്തിരിക്കുന്നത്. പുറത്തേക്കുള്ള പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ വുഡ് കൊണ്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ അളവുകളൊക്കെ നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 10 അടി വീതിയുമുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. TV വെക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം മൾട്ടിവുഡിലാണ്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള പെയിന്റിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന ഡോറുകൾ വെച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് കൂടാതെ തന്നെ ഇവിടെ ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫുകളും ഒക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് വരുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ മാത്രമാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കണ്ടിട്ട് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ആ സമയത്ത് എൻട്രൻസ് നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ട് ചെയ്തിട്ട് ചെറിയ LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇതുപോലെ വലിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഷെൽഫ് ഫെസിലിറ്റിയാണ്. നമുക്ക് ചെറിയ ഡോൾസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ വയ്ക്കാനായിട്ട് ഈ ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. നേരെ വരുമ്പോൾ തന്നെ ഈ ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡിൽസ് ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൈനിങ് ഹാൾ ആണ്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. അതിനിടയിലൊക്കെ ചെറിയ ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ടും സാധനങ്ങൾ ഒരുപാട് സ്റ്റോർ ചെയ്യാനായിട്ട് വലിയൊരു ഏരിയ തന്നെയാണ് ഈ ഒരു ക്ലോസ്ഡ് ഷെൽഫിനകത്ത് കിട്ടുന്നത്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജെറയുടെയാണ് യൂണിറ്റ് വരുന്നത്. അത് വെച്ചിരിക്കുന്നത് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. താഴെ നോക്കുവാണെങ്കിൽ നിറയെ ഷെൽഫ് ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. 13 അടി നീളവും 7.5 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് ഹാളിന്റെ വലിപ്പം വരുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കിട്ടുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗം സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം ഡബിൾ ഹൈറ്റഡ് ആണ്. ബാക്കിയുള്ള ഏരിയ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ്. വർക്ക് എന്ന് പറയാൻ പറ്റില്ല. LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലുള്ള പാസേജ് ആണ്. ആ കാണുന്ന വോളിൽ ഭംഗിയായിട്ടാണ് ആ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ടൈൽ ഒട്ടിച്ചിട്ട് ചെറിയൊരു ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ കാണുന്ന ചെറിയ ഷെൽഫിന് താഴെയും LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആണ്. ഈ ഒരു വോളിന് മാത്രം ഡിഫറെന്റ് കളർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ഗ്രേ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ്. അതിന്റെ കൂടെ മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള LED സ്ട്രിപ്പുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ടൈലുകൾ വന്നിട്ട് ഡാർക്ക് ഗ്രേ ഷെയ്ഡ് ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ബാത്റൂമിന്റെ ആ ഒരു ഇൻസൈഡ് ഏരിയ എല്ലാം തന്നെ വരുന്നത്. നമുക്കിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കേബിൾ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വി ഗാർഡിലും LEDയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിൽ ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഈ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. താഴെയൊക്കെ PVC പാനലിങ്ങും ലൈറ്റ് ഫിറ്റിംഗ്സും വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വലിയൊരു ഓപ്പൺ ഷെൽഫ് കൂടി കിട്ടുന്നുണ്ട്. കിച്ചണിനകത്തേക്ക് നേരെ വരുന്ന സമയത്ത് ലെങ്തി ആയിട്ടുള്ള കിച്ചൺ ആണ്. 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബീജ് ഷെയ്ഡും ഗ്രേ കളറും കൂടിയ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയ ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഒരു ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. അവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 2 വിൻഡോസും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. പൈപ്പ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ റൂമുകളിലും ഈവൻ കിച്ചണിലും എല്ലാം പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ ഫെസിലിറ്റി എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിന്റെ റൂഫ് നോക്കിയാലും കാണാം
ചെറിയൊരു പ്രൊജക്ഷൻ വർക്ക് പോലെ കൊടുത്തിട്ട് അതിനിടയിലൊക്കെ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നമുക്ക് ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1700 വരുന്നത്. വർക്ക് ഏരിയ അതിൽ പെടില്ല. എക്സ്ട്രാ സ്ക്വയർ ഫീറ്റ് വർക്ക് ഏരിയക്ക് നമുക്ക് വേറെ വരുന്നുണ്ട്. രണ്ട് സൈഡിലും ഡോറുകൾ വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു സിങ്കും പൈപ്പ് കണക്ഷനുള്ള പ്രൊവിഷനും കൂടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പൈപ്പ് മാത്രമാണ് ഫിറ്റ് ചെയ്യാനായിട്ട് പെൻഡിങ് ഉള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വന്നിരിക്കുന്നത്. കയറി വന്ന വഴിക്കുള്ള ആ ഒരു വലിയ വോള് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള പെയിന്റിങ്ങും ബോർഡറും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് 3 വിൻഡോസും കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഹാളാണ് കിട്ടുന്നത്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് വരുന്നത്. ഇവിടെയായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് TV വെക്കാനായിട്ട് ഒരു വോള് കിട്ടുന്നുണ്ട്. അതിനടുത്തായിട്ട് ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. ഡോർ തുറന്നാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. അവിടെ നിന്ന് തന്നെയാണ് ടെറസിലേക്കുള്ള എൻട്രൻസും വരുന്നത്. നമ്മൾ സാധാരണ വീടുകളിൽ കാണാത്ത ഒരു ഭംഗിയായ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു റീഡിംഗ് റൂം ഇവിടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് അപ്പർ ബർത്ത് പോലെ നമുക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ കുട്ടികൾക്ക് റീഡിംഗ് പർപ്പസിനോ എല്ലാം ഉപയോഗിക്കാം. നല്ലൊരു വർക്ക് സ്റ്റേഷൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് വരുന്നുണ്ട്. മുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഒരുപാട് കബോർഡുകളും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ 2 ബെഡ്റൂം കിട്ടുന്നുണ്ട്. ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് വലിയൊരു വാർഡ്രോബ് കിട്ടുന്നത്. മിറർ ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ്. വൈറ്റ് ആൻഡ് വുഡൻ കളറിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം നോക്കുവാണെങ്കിൽ റൂം സൈസ് വന്നിട്ട് 13 അടി നീളവും 10 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് സിംഗിൾ വിൻഡോസും 3 വിൻഡോസ് വേറെ എക്സ്ട്രാ ഈ ഒരു സൈഡിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂമുകളിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് വരുന്നത്. റൂഫിലും ലൈറ്റ് ഫിറ്റിംഗ്സും അതുപോലെ LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ബാത്റൂമിനകത്തുള്ള ടൈലുകളും വർക്കുകളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്നുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. വീടിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള റോഡിലേക്കാണ് നമുക്ക് ഇതിന്റെ വ്യൂ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ട് വുഡൻ ഔട്ട് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ് മുകളിലേക്ക് വരുന്നത്. റൂഫിലാണെങ്കിലും LED ബൾബുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 11.5 അടി വീതിയുമാണ് വരുന്നത്. ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഭംഗിയായ കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലൊക്കെ ആയിട്ട് നമുക്ക് ഓപ്പൺ ഷെൽഫുകളൊക്കെ കിട്ടുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഓപ്പൺ ഷെൽഫുകളും ഇവിടെ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന കബോർഡുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ താഴെ ഒരു ബാത്റൂമിനകത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി കണ്ടിരുന്നു. ഈ ഒരു ബാത്റൂമിനകത്ത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് ഗ്രേ ആൻഡ് ലൈറ്റ് ഗ്രേ കോമ്പിനേഷനിൽ ഭംഗിയായിട്ടാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസ് ഇവിടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്. നമുക്ക് കളമശ്ശേരി കുസാറ്റിലേക്ക് വെറും 4.9 കിലോമീറ്ററും HMT ജംഗ്ഷനിലേക്ക് 5.9 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. മെട്രോ സ്റ്റേഷനുകളിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്താം. മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 5.5 കിലോമീറ്ററും കുസാറ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് 6.9 കിലോമീറ്ററും മാത്രമാണ് ദൂരം വരുന്നത്. നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് വീടുകൾ പണിത് ഇവിടെ സെയിലായതാണ്. അതിനകത്തുള്ളൊരു വില്ല കൂടിയാണ് നമുക്കിത് സെയിലിനായിട്ട് കിടക്കുന്നത്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 3.6 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റില് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3.6 സെന്റ് ഓഫ് ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടുള്ള ഈ ഒരു വീട്ടിൽ നമുക്ക് 2 കാർ പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 79 ലക്ഷമാണ്.
79 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഈ വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ നിങ്ങളുടെ മാക്സിമം എലിജിബിലിറ്റി അനുസരിച്ചിട്ട് മാക്സിമം ലോൺ വരെ ഞങ്ങൾ എടുത്തു തരാനായിട്ട് തയ്യാറാണ്. വീട് ഇഷ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.